തസ്മിത് എന്ന 13-കാരി എവിടെയാണ്? അവളുടെ പിന്നാലെ തന്നെ കേരള പോലീസ് തുടരുമ്പോൾ വലവിരിച്ച് ഓരോ പഴുതുകളും അടച്ചാണ് കേരള പോലീസ് അവളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നാം അല്പം മുമ്പ് വരെ കേട്ടത്. അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി വിജിൻ വായന്തോട് ഒരിക്കൽ കൂടി ചേരുകയാണ്. വിജിൻ, ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പുരോഗതി? ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങൾ അറിയാനാകുന്നുണ്ടോ? ഇപ്പോൾ കന്യാകുമാരിയിലുള്ള തെരച്ചിലും അല്ലെങ്കിൽ അതുമായി അനുബന്ധമായ മറ്റ് അന്വേഷണങ്ങളും ഒക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കന്യാകുമാരിയിൽ നിന്നും വിജിൻ. അജിംഷാദ്, എന്തായാലും ചെന്നൈയിലേക്ക് RPF കൂടി പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങളും മറ്റ് കുട്ടി പോകാനിടയുള്ള സാധ്യതകളും പരിശോധിക്കാനുള്ള നിർദ്ദേശം നിലവിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും അവരും ആ മേഖലകളിലെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധന നടത്തുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഈ രാത്രി വരെ കുട്ടി എവിടേക്ക് പോയി, എവിടെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയും. കാരണം ഈ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിലവിൽ ഇവിടെ നിന്ന് പുറപ്പെട്ട ഐലൻഡ് എക്സ്പ്രസ് എത്തിയത് എന്ന കാര്യം വ്യക്തമാകണം. അത് വ്യക്തമാകാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. റെയിൽവേക്ക് തന്നെ അതിൽ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ തന്നെ കുട്ടി ഇറങ്ങിപ്പോകുന്ന വഴികൾ മനസ്സിലാകും. പിന്നീട് മറ്റ് CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുന്നതിലൂടെയാണ് കുട്ടി എങ്ങോട്ടാണ്, പുറത്തേക്ക് ഇറങ്ങിപ്പോയോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നിൽക്കുകയാണോ എന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള വ്യക്തത വരിക. അതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. ഈ RPF ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം പോലീസ് നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ RPF അത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകും എന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തായാലും കുട്ടി ഇവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായി. ചെന്നൈയിലേക്ക് കുട്ടി പുറപ്പെട്ടിരുന്നു എന്ന കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ടാകുന്നു. ഇനി അവിടെ നിന്ന് കുട്ടി എങ്ങോട്ട് പോയി എന്ന കാര്യത്തിലുള്ള സ്ഥിരീകരണമാണ് വരേണ്ടത്. അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. മണിക്കൂറുകൾ എടുത്തുള്ള തിരച്ചിൽ, ഒപ്പം തന്നെ വിപുലമായ സംഘങ്ങളായുള്ള പരിശോധന ഒക്കെ നടത്തി. ട്രെയിനുകളിൽ പരിശോധന നടത്തി, വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന നടത്തി. അങ്ങനെ പൂർണ്ണമായും ഈ കന്യാകുമാരിയിലെ ബീച്ചിൽ പരിശോധന നടത്തി. ഇങ്ങനെ കുട്ടി എത്താനും ഏതെങ്കിലും തരത്തിൽ എത്തിപ്പെടാനും ഒക്കെ സാധ്യത ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തി. അതിനിടയിലാണ് ഈ കന്യാകുമാരിയിലെ CCTV ദൃശ്യങ്ങൾ ഉച്ചവരെ പരിശോധിച്ചതിൽ നിന്ന് ഒന്നും വ്യക്തമാകാത്തതിനെ തുടർന്ന്, പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് ഈ നാഗർകോവിലിലെ പരിശോധനയിലേക്ക് പോലീസ് കടന്നത്. ആ പരിശോധനയിലാണ് നാഗർകോവിൽ നിന്ന് ഏറ്റവും നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. കുട്ടി നാഗർകോവിൽ ഇറങ്ങിയിരുന്നു. അവിടെ നിന്ന് വെള്ളമെടുത്ത് തിരിച്ച് ട്രെയിനിൽ തന്നെ കയറിയിരുന്നു എന്ന കാര്യം അവിടെ നിന്നാണ് വ്യക്തമാകുന്നത്. ഉടനെ തന്നെ വീണ്ടും ഇവിടെയുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാനുള്ള നിർദ്ദേശം അവിടെയുള്ള പോലീസ് സംഘം, കേരള പോലീസ് സംഘം ഇവിടുത്തെ പോലീസ് സംഘത്തിന് നൽകി. ഇവിടെ തമ്പടിച്ചിരുന്ന, ക്യാമ്പ് ചെയ്തിരുന്ന പോലീസ് സംഘം ഉടനെ തന്നെ ഈ RPF കൂടി സഹായത്തോടെ ഇവിടെയുള്ള കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിൽ നിന്നാണ് കുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയും വീണ്ടും ആ ട്രെയിനിൽ തന്നെ കയറുകയും പിന്നീട് ശുചീകരണ തൊഴിലാളികളെ കണ്ട സമയത്ത് വീണ്ടും അവർ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയതിനു ശേഷം പുറത്തിറങ്ങുകയും ചെയ്തു. അതിനുശേഷം കുട്ടി വീണ്ടും ഈ ട്രെയിനിൽ തന്നെ കയറുകയും ആ ട്രെയിന് അല്പസമയത്തിനകം 5:45 ചെന്നൈയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ആ ട്രെയിനാണ് 6:34 അവിടെ ചെന്നൈയിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെന്നൈയിലാണ് പരിശോധന നടക്കുന്നത്. ഇനി ഇവിടെ കന്യാകുമാരിയിൽ കൂടുതൽ പരിശോധനകളില്ല. കാരണം ഇനി അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇവിടെ നടക്കേണ്ട ഒരു സാഹചര്യവുമില്ല. ഇനി നമുക്ക് ലഭിക്കേണ്ടത് ഔദ്യോഗികമായി പോലീസിൽ നിന്ന് ഇക്കാര്യത്തിലുള്ള സ്ഥിരീകരണമാണ്. ഏത് നിലയിൽ ഒക്കെയാണ് പെൺകുട്ടി സഞ്ചരിച്ചത്, ഇപ്പോൾ നിലവിൽ എന്തൊക്കെ വിവരങ്ങളാണ്? തീർച്ചയായും കന്യാകുമാരിയിലെ തിരച്ചിൽ പൂർണ്ണമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ട്രെയിനുകൾ കന്യാകുമാരിയിൽ നിന്നും നാഗർകോവിൽ നിന്നും അടക്കം പോയ ട്രെയിനുകൾ, അതായത് ചെന്നൈയിലേക്ക് പോയ ട്രെയിനുകളും ചെന്നൈയിലെത്തിയ ട്രെയിനുകളും ചെന്നൈയുമാണ് ഇനി കേരള പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരിക. കാരണം CCTVയുടെയും മറ്റു മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആ അർത്ഥത്തിലേക്ക് സ്കെച്ച് ചെയ്ത് ഇരിക്കുന്നു കുട്ടിയുടെ യാത്രാപഥങ്ങളൊക്കെയും കേരള പോലീസ്. തമിഴ്നാട് പോലീസിൻ്റെയും RPF ഒക്കെ സഹായത്തോടു കൂടി സമഗ്രമായി. അതാണ് വിജിൻ നൽകിയ ഏറ്റവും പുതിയ ചിത്രം.